നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഈ ബോട്ടിലാണ് നമ്മൾ ഇനി യാത്ര നടത്താൻ പോകുന്നത്. ആ പോണ ഹൗസ് ബോട്ടല്ലേ, ഇവിടെ ഒരു ചെറിയ ബോട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുഴയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്താൻ പോവുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോളൂ. ഈ ബോട്ടിൽ നല്ല സൗകര്യമുള്ള ബോട്ടാണ്. 2 ദിവാങ്കോട്ടുണ്ട്, ഒരു സോഫ സെറ്റ് ഉണ്ട്, 4-5 കസേര ഉണ്ട്, അതേപോലെ ടീപ്പോ ഉണ്ട്, മൈക്ക് ഉണ്ട്, നമുക്ക് പാട്ട് പാടാം, അതേപോലെ നമുക്ക് പാട്ട് വെച്ച് തരും. എല്ലാ സൗകര്യമുള്ള അടിപൊളി ബോട്ടാണ്. അടിപൊളി ബോട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് യാത്രയും ചെയ്യാം. ആ ഒരു വൈബ് അനുഭവിച്ചറിയാനായിട്ട് കോഴിക്കോടുള്ള ഒളോപ്പാറയിലേക്ക് വന്നോളൂ. ഇങ്ങനത്തെ അല്ലാതെ വേറെ 2000 റുപ്യൻ്റെ ഇപ്പം ഈ ഒളവപ്പാറയിൽ ഒരുപാട് ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ 1-2 ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ബോട്ടിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. നമുക്കൊരു ബോട്ട് യാത്ര നടത്തണില്ല, ഹൗസ് ബോട്ടിലൊക്കെ യാത്ര നടത്തുന്നതിൽ ഈ കോഴിക്കോടോ വയനാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇനിയും ആലപ്പുഴയ്ക്ക് വെച്ച് പിടിക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. അതുപോലെ തന്നെ ബോട്ടിലൊക്കെ നമുക്ക് പാർട്ടികളൊക്കെ നടത്താനായിട്ട് കഴിയും. എന്തെങ്കിലുമൊക്കെ പരിപാടി, ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ നല്ല സെലിബ്രേഷനൊക്കെ നടത്തുന്നതിൽ നമുക്ക് ഈ ബോട്ടിൽ നടത്താനായിട്ടും കഴിയും. അപ്പം ഇനി എല്ലാവരും നമ്മുടെ കോഴിക്കോടുള്ള ഒളവപ്പാറയിലേക്ക് വന്നോളൂ. ഇവിടെ നമുക്ക് ബോട്ട് സവാരി നടത്താം, ഈ പുഴയുടെ ഭംഗി ആസ്വദിച്ച്. നമ്മളിതിൽ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് പോകുന്നത്. പക്ഷേ പാട്ടുകളൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, കേൾപ്പിക്കുന്നില്ല. കാരണം നമുക്കിതിന് കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമ്മുടേതായ മ്യൂസിക്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക്
1 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ബോട്ടിന് ചാർജ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സെറ്റായിട്ടൊരു ആൾക്കാർ വരികയാണെങ്കിൽ നമുക്കൊരു 1500 റുപ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 40 മിനിറ്റ് നമുക്കിവിടെ ബോട്ട് സവാരി നടത്താൻ പറ്റും. അതുകൂടാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 100 രൂപയ്ക്ക് നമുക്ക് ബോട്ട് സവാരി നടത്താം. പക്ഷേ അതിന് നമുക്ക് മിനിമം 8 ആൾ വേണം. ഒരാൾക്ക് 100 രൂപ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 ആളെ വന്നുള്ളൂ അല്ലെങ്കിൽ ഒറ്റയ്ക്കേ വന്നുള്ളെങ്കിലും ബാക്കി ഒരു 7 ആളാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. 8 ആളാവുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് ബോട്ട് സവാരി നടത്താം. അപ്പം ഈ കോഴിക്കോടുള്ള ഒളാപ്പാറയിലേക്ക് വന്നോളൂ. വെറും 100 രൂപയ്ക്ക് ബോട്ട് സവാരി നടത്താം. അടിപൊളി ഫുഡും കഴിച്ച് പോകാം. പക്ഷേ ഫുഡിന് വേറെ പൈസ വേണേ. പാട്ടിട്ടോ നമ്മൾ പാട്ട് Decathlon 60 plus sports 6,000 plus products. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പാർട്ടിയൊക്കെ നടത്തണതിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോട്ട് എടുത്തിട്ട് നമുക്ക് അതിന് നടത്താനായിട്ട് കഴിയും. എത്ര മണിക്കൂർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കത് എടുത്തപ്പം 1000 ഉറുപ്പികയ്ക്കാണ് ഞങ്ങൾ ഈ ബോട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. 40 മിനിറ്റാണ്. കോഴിക്കോടും വയനാടും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്.
ഇനിയും കോഴിക്കോട്ടേക്ക് പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ടൂർ വരികയാണെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് വന്നിട്ട് പോയിക്കോളൂ. ഒരു അടിപൊളി സ്ഥലമാണ്. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് അടിപൊളി ബോട്ട് യാത്രയും നടത്തിയിട്ട് മടങ്ങിപ്പോകാം. അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഒളോപ്പാറ. നമ്മുടെ കൊച്ചു രംഗണ്ണൻ്റെ കളി കണ്ടോ? ആവേശം കണ്ട് ഹരമായിട്ട് ഡാൻസ് ചെയ്യാണ്. നമ്മളെ രംഗണ്ണനെ അനുകരിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. എനിക്ക് 5000 സബ്സ്ക്രൈബറായിരിക്കുന്നു. 5K നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കാണുകയും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമുക്ക് സന്തോഷം വരുന്നത്. ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും അതാണ്. അപ്പം ഈ സന്തോഷം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. 5000 സബ്സ്ക്രൈബറായ സന്തോഷം. നമ്മുടെ ഫാമിലിയിലോട്ടിപ്പം 5000 പേര് ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടേക്ക് എങ്ങനെ വരാമെന്നും എത്ര ദൂരം ഉണ്ടെന്നും എവിടെയാണെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ആവർത്തിക്കുന്നില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അറിയാത്തവർ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഒരാൾ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ 40 മിനിറ്റിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. ബോട്ട് അടുപ്പിച്ചു. ഒന്നും പറയാനില്ല. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഈ യാത്രയുടെ ഒരു വൈബ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ടാമതും വന്നത് കേട്ടോ. ആദ്യം ഒന്ന് വന്നതാണ്. അതിന് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു വൈബ്, അതിൻ്റെ ഒരു സുഖം അറിയുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ബോട്ട് യാത്ര നടത്താനായിട്ട് കഴിഞ്ഞത്. എനിക്ക് കോഴിക്കോട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒളോപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ ഫുഡും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കോഴിക്കോട് വരുന്നവർ എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന്
ഈ ബോട്ട് സർവീസ് ഒന്ന് ആസ്വദിക്കുക, അതേപോലെ ഇവിടുത്തെ ഫുഡ് കഴിക്കുക, ഒക്കെ ഒരു വെറൈറ്റി അനുഭവമായിരിക്കും. ഈ ബോട്ട് യാത്രയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. റോയി 3R വീഡിയോസ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്. അതിൽ വന്നിട്ടൊന്ന് ഫോളോ ചെയ്യുക, ഒരു മെസ്സേജ് അയയ്ക്കുക, എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് തിരിച്ചു പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. താങ്ക് യു.